മറ്റു വാർത്തകൾ നോക്കാം. വയനാട് മാനന്തവാടിയിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച് ക്രൂരമർദ്ദനം. പയ്യമ്പള്ളി സ്വദേശി മാതനെയാണ് ഒരു സംഘം വിനോദസഞ്ചാരികൾ ആക്രമിച്ചത്. കുടൽക്കടവിൽ ചെക്ക് ഡാം കാണാനെത്തിയ രണ്ട് സംഘങ്ങൾ തമ്മിൽ സംഘർഷത്തിലേർപ്പെട്ടത് തടയാൻ ചെന്നതായിരുന്നു മാതൻ. കല്ലുമായി ആക്രമിക്കാനൊരുങ്ങിയ യുവാവിനെ തടഞ്ഞപ്പോഴാണ് മാതനെ കാറിലിരുന്നവർ റോഡിലൂടെ വലിച്ചിഴച്ചത്. കൈപിടിച്ച് മാനന്തവാടി പുൽപ്പള്ളി റോഡിലൂടെ കാറിൽ 1/2 കിലോമീറ്ററോളം വലിച്ചിഴച്ചു. അരയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റ മാതനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കാറിൽ ഒരു 3-4 യുവാക്കൾ വളരെ അസഭ്യം പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിയിട്ട് വണ്ടി കൊണ്ട് കടയുടെ മുമ്പിൽ നിർത്തുകയും അവർ പിറകിൽ വരുന്ന വാഹനക്കാരുമായിട്ട് എന്തോ അടിപിടി കൂടി കച്ചറ കൂടി അവരെ കല്ലെടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത് ആദ്യം. അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ഒരു ആദിവാസിയായിട്ടുള്ള മാതൻ എന്ന് പറയുന്ന ആളെ വണ്ടിയിലേക്ക് ഉന്തിക്കൊണ്ടുപോവുകയും വണ്ടിയിലേക്ക് ഡോറിലേക്ക് കൈ ഉള്ളിലേക്ക് പിടിച്ച് ഒരു 1/2 കിലോമീറ്ററോളം ദൂരത്തിൽ ടാർ റോട്ടിൽ കൂടി അതിവേഗത്തിൽ വലിച്ചു കൊണ്ടുപോയി. അദ്ദേഹം ഇപ്പോൾ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. വിവരങ്ങളുമായി കാളിദാസ് ചേരുന്നുണ്ട്. കാളിദാസ്, മാനുഷിക മുഖമുള്ള ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത്? തീർച്ചയായും ലിബീഷ്, അത്തരത്തിലൊരു മാനുഷിക പരിഗണന കൊടുത്തിട്ടേ ഇല്ല എന്ന് തന്നെ വ്യക്തമാകും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും. തീർച്ചയായും ഇതിനെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഇതിൽ കേസെടുത്തിട്ടുണ്ട് പോലീസ്. മാത്രമല്ല, ഇതിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വാഹനത്തിനായി അന്വേഷണവും തുടങ്ങിയിട്ടുണ്ട്. ഒരു കുറ്റിപ്പുറം സ്വദേശി മുഹമ്മദ് റിയാസിൻ്റെതാണ് ഈ കാർ എന്നുള്ളതെല്ലാം വ്യക്തമായിട്ടുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിച്ച് അല്ലെങ്കിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കേസ് രജിസ്റ്റർ ചെയ്ത് വാഹനത്തിനായുള്ള അന്വേഷണമാണിപ്പോൾ നടക്കുന്നത്. ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലം എടുത്തു പറയുകയാണെങ്കിൽ, ചെക്ക് ഡാം കാണാനെത്തിയ, കൃത്യമായി പറഞ്ഞാൽ മാനന്തവാടി പയ്യമ്പള്ളി കൂടൽക്കടവിൽ ചെക്ക് ഡാം കാണാനെത്തിയ 2 സംഘങ്ങൾ, വിനോദസഞ്ചാരികളുടെ 2 സംഘങ്ങൾ തമ്മിൽ അവിടെ ഒരു തർക്കം രൂപപ്പെട്ടു. ആ തർക്കത്തിനിടെ നാട്ടുകാരെല്ലാവരും ഇടപെടുന്നൊരു സാഹചര്യമെല്ലാം ഉണ്ടായി. ഇതിൻ്റെ ഇടയ്ക്ക് ഈ തർക്കത്തിൽപ്പെട്ടവരെ പിടിച്ചു മാറ്റാനായി വന്നവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഇതിൽ വിധേയനായിട്ടുള്ള മാതൻ എന്ന് പറയുന്ന യുവാവ്. ഇതിൻ്റെ ഇടയ്ക്ക് അല്ലെങ്കിൽ ഈ തർക്കം മൂത്ത് വലിയ രീതിയിൽ കയ്യാങ്കളിയിലേക്ക് എത്തുന്നൊരു സാഹചര്യമെല്ലാം ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു യുവാവ് കല്ലുകൊണ്ട് മറ്റേ സംഘത്തിലെ ആളെ ആക്രമിക്കാൻ എത്തിയപ്പോൾ ഇത് തടയാനെത്തിയ മാതൻ എന്ന യുവാവിനെയാണ് പിന്നീട് ആ കാറ് അദ്ദേഹത്തിന് അല്ലെങ്കിൽ മാതൻ്റെ കയ്യിൽ പിടിച്ച് 1/2 കിലോമീറ്ററോളം വലിച്ചഴിച്ച് കൊണ്ടുപോവുകയായിരുന്നു. ഈ ഒരു പ്രവൃത്തി കൊണ്ട് അരയ്ക്കും കൈകാലുകൾക്കും നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് മാതന്. എന്തായാലും ഇപ്പോൾ മാനന്തവാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യനില വലിയ രീതിയിൽ ഗുരുതരമല്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചത്. എന്നാലും അരയ്ക്കും കൈകാലുകൾക്കും നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. 1/2 കിലോമീറ്ററോളമാണ് ഈ ഒരു കാറിൽ വലിച്ചഴിച്ചു കൊണ്ടുപോയത്. അതിൽ 5 പേരാണ് ആ കാറിലുണ്ടായിരുന്നത്. പുറകിൽ 3, അതേപോലെ തന്നെ മുമ്പിൽ 2 പേരും. ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുറ്റിപ്പുറം സ്വദേശിയായ മുഹമ്മദ് റിയാസിൻ്റെതാണ് കാർ. എന്നാൽ ആ വണ്ടി ഓടിച്ചത് മുഹമ്മദ് റിയാസ് ആണോ എന്നുള്ളതിൽ വ്യക്തത വന്നിട്ടില്ല. എന്തായാലും ഇതിൻ്റെ ചില ദൃശ്യങ്ങൾ, നാട്ടുകാർ തന്നെ പകർത്തിയ ചില ദൃശ്യങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. എന്തായാലും ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. വധശ്രമത്തിന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ വാഹനത്തിനായുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ചില സൂചനകൾ പറയുകയാണെങ്കിൽ ഈ ഒരു കേസ് അല്ലെങ്കിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് കൂടാതെ തന്നെ നിരവധി കേസുകൾ ഇതിനെ സംബന്ധിച്ച് ഇനിയും വരാൻ സാധ്യതയുണ്ട് എന്നുകൂടി പറഞ്ഞു വെക്കാം ലിബീഷ്. ശരി കാളിദാസ്.